ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിലെ തെരച്ചിലിന് സ്പോട്ടുകൾ മാർക്ക് ചെയ്ത അന്വേഷണ സംഘം. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്പോട്ടുകൾ നിശ്ചയിച്ചത്. സെബാസ്റ്റ്യന്റെ വീട്ടിലും പരിസരത്തും റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. അതേസമയം കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തുകയാണ്. ഷഫീദ് റാവുത്തറും ടോബി ജോൺസണും വിവരങ്ങൾ നൽകും. ഷഫീദ്, ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സ്പോട്ടുകൾ മാർക്ക് ചെയ്യുന്നത്, ഈ റഡാർ പരിശോധനയ്ക്കുള്ള നടപടികളിലേക്കും കടക്കുന്നത്? വിജയകുമാർ, അത്തരത്തിലുള്ള സൂചനകൾ നമുക്കിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരിച്ച് ലഭിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി പരിശോധന അവസാനിപ്പിച്ച ശേഷം ഉണ്ടായ പുതിയൊരു ഡെവലപ്മെന്റ് ആണ് ഈ റഡാർ പരിശോധന എന്നുള്ളത്. ഇപ്പോൾ ഈ പരിശോധനയ്ക്കൊപ്പമുള്ള ഈ അയൽവാസിയായിട്ടുള്ള ഹരിദാസൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇത് എത്ര സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു 10 സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പോട്ടുകൾ ഈ വീടിനകത്തടക്കം പുതിയ സ്പോട്ടുകളുണ്ട്? സ്പോട്ട് ചെയ്തിട്ടില്ല, അതിന്റെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ പുറത്ത് ഗ്രൗണ്ടിൽ മാത്രം സ്പോട്ട് ചെയ്ത് പോവുകയാണ്. പുതിയ ഏതെങ്കിലും സ്പോട്ടുകൾ ഉണ്ടോ ഈ പരിശോധനയിൽ? ഇപ്പോൾ എൻ്റെ വീടിന്റെ തെക്കുവശത്തെ മൂലഭാഗത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ മൈൻജിയ നോക്കിയ സ്ഥലത്ത് അതിന്റെ ചുറ്റും ഒരു 4-5 സ്ഥലത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയാണ് ഇപ്പൊ നടന്നിരിക്കണം. ഇന്ന് തന്നെ ഇത് വെച്ച് ഉപയോഗിച്ച് കുഴിച്ച് നോക്കുമല്ലേ? കുഴിച്ച് നോക്കും. അതിനാണ് ജെസി കൊണ്ടുവന്നിരിക്കുന്നത്. അവർ സ്പോട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് പോകുന്നു, അവിടെ കുഴിച്ച് നോക്കുന്നു. കൂടുതൽ സംശയം തോന്നുന്നു, ആഴത്തിൽ തോന്നുന്നിടത്തും ഡിസ്റ്റൻസ് തോന്നുന്നിടത്താണ് മെയിൻ ചെയ്യുന്നത്. ഏതായാലും അയൽവാസിയായ ഹരിദാസൻ, അദ്ദേഹമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തോടൊപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഇതിനകത്തുള്ളത്. എന്നാൽ നമുക്ക് നിലവിൽ ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരിശോധന അത് ശാസ്ത്രീയമായി നമുക്ക് മുൻപ്, അതായത് ഇത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായും വലിയ വെല്ലുവിളികൾ ഈ കേസിലുണ്ട്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ആണ് ഇവിടെ ഉള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉണ്ട്. സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്, അതായത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ പ്രതികരിച്ചും ഉദ്യോഗസ്ഥരുണ്ട്. ഫോറൻസിക് സംഘം ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ സ്പോട്ട് ചെയ്ത ഈ സ്ഥലങ്ങളിൽ, അതിൽ ഏറ്റവും സംശയമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം 2006-നും 2024-നും ഇടയിലെ 3 തിരോധാന കേസുകളിലാണ് തുമ്പ് കണ്ടെത്തേണ്ടത്. ജൈനമ്മ തിരോധാനമായിരുന്നു ഇതിൽ നിർണായകമായി മാറിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുമ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സെബാസ്റ്റ്യനെയും ഭാര്യയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ഇവിടെയുള്ള വിവരങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ വിവരം, അതായത് ഈ സ്പോട്ട് കണ്ടെത്തി, റഡാർ സംവിധാനം ഉപയോഗിച്ച് സ്പോട്ട് കണ്ടെത്തി ആ സ്പോട്ട് മാർക്ക് ചെയ്ത് അത് 2.5 മീറ്റർ താഴോട്ട് കുഴിച്ചു നോക്കിയുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.